നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, ഇന്ന് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി എന്നത് ഇപ്പൊ കുറച്ച് മുന്നേ വന്ന ഒരു ബ്രേക്കിംഗ് വാർത്തയാണ്. അപ്പൊ എല്ലാവരും ആ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചാനലുകളിൽ മാറി മാറി ദൃശ്യങ്ങൾ വരികയാണ്. നോക്കുമ്പോൾ ഈ ഓരോ ആൾക്കാരും ഞാനാണ് അവർക്ക് ജാമ്യം വാങ്ങിക്കൊടുത്തത്, ഞങ്ങളുടെ പാർട്ടിയാണ് ജാമ്യം വാങ്ങിക്കൊടുത്തത് എന്ന രീതിയിലുള്ള കുറെ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷന്റെ നിലപാടും ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും എങ്ങനെയാണ് ഈ ജാമ്യം കിട്ടുക. അതൊരു കോടതി നടപടിയാണ്. അതിനവിടുത്തെ സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു, ഇതിനെല്ലാം വലിയ പങ്കുണ്ട്. BJP സർക്കാരാണ് അവിടെ ഭരിക്കുന്നത്. അപ്പൊ കേരളത്തിലുള്ള BJP സംസ്ഥാന സർക്കാരുമായി നടത്തിയ ഡീലിങ്സ് എന്താണ്, ഇവിടെ നിന്ന് BJPയുടെ ഇടപെടലുകൾ എന്തായിരുന്നു എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന് പുറമേ നമ്മൾ കണ്ടതായിരുന്നു ഇവിടെ നിന്ന് കുറെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം വണ്ടി കയറി പോയിട്ട് അവിടെ ജയിലിന്റെ മുന്നിൽ നിന്ന് കുറെ ഷോ നടത്തിയതും. കാരണം ഇവിടെ ഉള്ള കുറെ ആൾക്കാരെ ബോധ്യപ്പെടുത്തണം, ഞങ്ങൾ ക്രിസ്ത്യാനികളോടൊപ്പമാണ്, ഞങ്ങൾക്ക് ഭയങ്കര ക്രിസ്ത്യൻ പ്രേമമാണ്, ഞങ്ങളാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം നേടിക്കൊടുത്തത് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പിന്നീട് വരുന്നത്. എന്തിന്റെ ആവശ്യമാണ് ഇതെല്ലാം? അല്ല, തീർച്ചയായിട്ടും. എന്തായാലും മുനമ്പത്ത് ഒരുപറ്റം ക്രിസ്ത്യാനികളുടെ കിടപ്പാടം വരെ നഷ്ടത്തിലായ സമയത്ത്, അവരുടെ ജീവിതം വരെ വെള്ളത്തിലായ സമയത്ത് ക്രിസ്ത്യൻ സ്നേഹം കണ്ടില്ലല്ലോ. നേരെ തിരിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ. ഈ പറയുന്ന ജോസഫ് മാഷെ കൈവിട്ടിയ സമയത്ത് ആരാ ഇവരെ സംരക്ഷിക്കാനുണ്ടായിരുന്നേ? പാലാ ബിഷപ്പിന്റെ നേരെ ഭീഷണിയുമായി ചെന്നപ്പോ, ഈ പറയുന്ന പൂഞ്ഞാറിൽ പള്ളിയിൽ അച്ഛനെ കയറി അടിക്കാൻ ചെന്ന സമയത്ത്, മൂവാറ്റുപുഴയിലെ പള്ളിയിൽ കയറി ആക്രമണം നടത്തിയ സമയത്ത്, കാസർഗോഡ് മേരിമാതയുടെ ശില്പം വെച്ച സമയത്ത്, ഇവിടെയൊക്കെ ആരായിരുന്നു എതിരാളികൾ? എവിടെ പോയിരുന്നു ഇവിടുത്തെ ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ? ഇതൊരു വലിയ ചോദ്യമാണ്. രണ്ടാമത്തത്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഛത്തീസ്ഗഡിൽ കാലങ്ങളായി അവിടെ മതപരിവർത്തനം നടന്നു വരുന്നുണ്ട്. അവിടുത്തെ ഈ പറയുന്ന നക്സൽ ബാധിത മേഖലകളിൽ മതപരിവർത്തനം വ്യാപകമായി നടക്കുന്നത് കൊണ്ടാണ് 1960-കളിൽ, അതായത് എനിക്ക് തോന്നുന്നു 1980-ലാണ് BJP രൂപീകരിക്കുന്നത്. മനസ്സിലാക്കണം, അതിന് മുമ്പ് ജനതാ പാർട്ടിയാണ്. ഈ ജനതാ പാർട്ടിയുള്ള സമയത്ത് അതിനു മുമ്പുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1960-കളിൽ അവിടെ ഈ പറയുന്ന പോലെ ആന്റി കൺവെൻഷൻ ലോ എന്ന് പറയുന്ന ഒരു ആക്ട് കൊണ്ടുവരണമെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അവിടെ വ്യാപകമായിട്ട് ഈ മതപരിവർത്തനം നടക്കുന്നത് കൊണ്ടാണ് ഇത് കൊണ്ടുവന്നത്. ഇത് അവിടെ മുസ്ലിങ്ങൾ ഉദ്ദേശിച്ച് കൊണ്ടുവന്നല്ല, അവിടുത്തെ ക്രിസ്ത്യാനികളെ തന്നെ ഉദ്ദേശിച്ചാണ് കോൺഗ്രസ് കൊണ്ടുവന്നത് ഈ ലോ. ആ ലോ പ്രകാരമാണ് ഇപ്പോൾ ഈ നടപടി എടുത്തിരിക്കുന്നത്. ഈ നടപടി എടുത്ത് മുന്നോട്ട് പോയപ്പോൾ അവിടുത്തെ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് കർശനമായ നിലപാടിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് എങ്ങനെയാണ് അയഞ്ഞത്? അയഞ്ഞത് ഇവിടത്തെ സംസ്ഥാന BJPയുടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സംസ്ഥാന BJPയും അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ആന്റണിയും ഷോൺ ജോർജും ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് അനൂപ് ആന്റണി അവിടെ നേരിട്ട് പോയി അവിടെ കൃത്യമായ ഇടപെടലുകൾ നടത്തി അവിടെയുള്ള സംസ്ഥാന സർക്കാരിനെ കണ്ടു, ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ട് നേരിട്ട് ചർച്ച നടത്തി. അങ്ങനെ ചർച്ച നടത്തിയിട്ടാണ് അവിടെയുള്ള ഈ ഒരു സർക്കാരിനോട് നമ്മൾ പറയുകയാണ് ഇത് ബുദ്ധിമുട്ടുണ്ട്, ഈ തരത്തിൽ സഹായിക്കണമെന്ന് പറയുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഈ പറയുന്ന പോലെ ഛത്തീസ്ഗഡിലെ ഒരു ഭരണം നിലനിർത്തുക എന്നുള്ള അവിടുത്തെ BJPയെ സംബന്ധിച്ചിടത്തോളം എത്രയേറെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഈ ഒരു വിഷയത്തിന്റെ പുറത്ത് മാത്രം അവിടെയുള്ള ജനങ്ങൾക്ക് BJPയുടെ ദേഷ്യം വരും. കാര്യം ഈ പറയുന്ന ഈ കന്യാസ്ത്രീകളെ സഹായിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അതൊന്നും വിലക്കെടുക്കാതെ ഇവിടത്തെ നേതാക്കന്മാർ അവിടെ പോയി അവിടെ കൈയോടുകൂടി അവരെ കണ്ടു. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. മാത്രവുമല്ല, ഒന്നും മിണ്ടിയില്ല എന്ന് പറയുന്ന സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ ഡൽഹിയിലെത്തി കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. അദ്ദേഹം ഈ പറയുന്ന പോലെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്തും ഒരു കാര്യവും ചെയ്തില്ല. അത് അദ്ദേഹത്തിന് നല്ല മനസ്സ്, അദ്ദേഹത്തിന് ഇതിൽ ക്രെഡിറ്റ് വേണ്ടാന്നേ, അദ്ദേഹം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ അനൂപ് ആന്റണി പോയി അവിടെ കൃത്യമായി പ്രവർത്തിച്ചതിന്റെ പുറത്താണ് ആദ്യത്തെ ദിവസം അവർക്ക് ജാമ്യം കിട്ടിയില്ല. എവിടെ? കോടതിയിൽ ജാമ്യം കിട്ടിയില്ല. രണ്ടാമത്തെ പ്രാവശ്യമാണ് ജാമ്യം കിട്ടുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം ആ കോടതി പറഞ്ഞു, ഈ ഞങ്ങൾക്ക് പരിഗണിക്കാനുള്ള നിയമപ്രകാരമായിട്ടുള്ള അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് NIA കോടതിയുടെ പരിഗണനയ്ക്ക് വിടുന്നത്. NIA കോടതിയുടെ പരിഗണനയ്ക്ക് വിടുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായുള്ള പ്രോസിക്യൂഷൻ വളരെ ശക്തമായ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ ജാമ്യം കൊടുക്കാൻ കഴിയില്ല. രണ്ടാമത്തത്, NIA ഈ കേസ് ഏറ്റെടുത്താൽ എന്ത് ചെയ്യുമായിരുന്നു? കേന്ദ്ര സർക്കാർ വരെ ഈ കാര്യത്തിൽ സത്യവാങ്മൂലം കൊടുക്കണം, NIAയുടെ ഭാഗത്ത് സത്യവാങ്മൂലം കൊടുക്കണം. ഇതൊക്കെ എതിരായി കഴിഞ്ഞാൽ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുമായിരുന്നോ? കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ മൂലം അവിടെ NIA അന്വേഷണം പോലും ഉണ്ടായില്ല. NIA പറഞ്ഞു ഞങ്ങൾ ഇത് ഏറ്റെടുക്കുന്നില്ല. എന്തുകൊണ്ടാ? ആര് പറഞ്ഞിട്ടാ? ഇവിടുത്തെ A റഹീമും ജോൺ മുട്ടാസും കൂടി പോയി പറഞ്ഞിട്ടാണോ NIA ഈ കേസ് ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞത്? NIA കേസ് ഏറ്റെടുത്താൽ 90 ദിവസത്തിനപ്പുറം ഇവർ കിടക്കേണ്ടി വരും ജയിലിൽ. കൃത്യമായി ഇവിടുത്തെ BJP നേതാക്കന്മാർ ഇവിടെ ഇടപെട്ടത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ വളരെ വലിയ വിധത്തിൽ ഈ പറയുന്ന BJPയിൽ നിന്ന്, അല്ലെങ്കിൽ പിന്നെ VHPയുടെ ഭാഗത്തു നിന്ന്, പിന്നെ ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ വിമർശനം ഉണ്ടായല്ലോ. എന്നിട്ടും
എന്നിട്ടും രാജീവ് ചന്ദ്രശേഖരും അനൂപ് ആന്റണിയും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി അവിടെ നിന്ന് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഇതിന്റെ ഏക ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ അനൂപ് ആന്റണിക്കും രാജീവ് ചന്ദ്രശേഖരനും അമിത്ഷായ്ക്കും മോദിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവിടുത്തെ ഒരൊറ്റ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഒരു കാര്യവുമില്ല. കോൺഗ്രസിന്റെ കുറെ നേതാക്കന്മാർ പോയിട്ട് അമിത്ഷായെ കണ്ടു, എന്നിട്ട് അമിത്ഷാ ഞങ്ങൾ പറഞ്ഞെല്ലാം അമിത്ഷാ കേട്ടിട്ടുണ്ട്, ശരി അമിത്ഷായ്ക്ക് എല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞെല്ലാം അമിത്ഷാ കേൾക്കണ്ടേ? അമിത്ഷാ കേട്ടത് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യവും ഇവിടുത്തെ BJP-യുടെ അഭ്യർത്ഥനയും ഒക്കെ മാനിച്ചുകൊണ്ടാണ് അമിത്ഷാ ഈ കാര്യം ചെയ്തത്. അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ പോയപ്പോൾ അദ്ദേഹം മാന്യത കാണിച്ചു, ശരി ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. അതൊരു ആഭ്യന്തരമന്ത്രിയുടെ മാന്യത മാത്രമാണ്. അല്ലാതെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈ പറയുന്ന കാര്യം കേൾക്കാനിരിക്കുന്ന ആളല്ല കേന്ദ്രത്തിൽ നിൽക്കുന്ന അമിത്ഷയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും. ഇത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവിടെ ആ കോടതിയിൽ ഇന്നലെ ജാമ്യാപേക്ഷ മൂവ് ചെയ്ത സമയത്ത് പ്രോസിക്യൂഷൻ എന്താ ചെയ്തത്? ഇവിടെ വേറൊരു കള്ളം പ്രചരിപ്പിക്കുന്നുണ്ട്. പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തു എന്ന്. ഇന്നലെ അവിടെ നടന്ന കാര്യം എന്ന് പറയുന്നത്, ആ കോടതിക്കകത്ത് ജാമ്യാപേക്ഷ മൂവ് ചെയ്ത സമയത്ത് പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ചു എന്താണ് ഇവിടെ ഈ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചപ്പോ പ്രോസിക്യൂഷൻ ഈ പറഞ്ഞ സാങ്കേതികമായ എതിർപ്പ് എന്ന് പറയും. ഒരു കേസിനകത്ത് വാദിഭാഗം അത് സംസ്ഥാന സർക്കാരാണ്, വാദിഭാഗത്തിന്റെ പ്രോസിക്യൂഷനായി വരുന്നത് ഇരയ്ക്കൊപ്പം നിൽക്കേണ്ടത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. അപ്പൊ നിയമത്തിന്റെ ഒപ്പം നിൽക്കുന്ന സംസ്ഥാന സർക്കാർ തന്നെ ഇല്ല ഞങ്ങൾക്ക് ഈ ജാമ്യത്തിന് എതിർപ്പില്ല എന്ന് പറയാൻ പറ്റില്ല ഒരു കോടതിക്കകത്ത്. അപ്പൊ അവര് സാങ്കേതികമായി ഒരു എതിർപ്പ് മാത്രം പ്രകടിപ്പിച്ചു. അതായത് 1-2 വാക്കുകളിൽ ഒതുക്കി കൊടുക്കരുത് എന്ന് ഒതുക്കി. കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ച സമയത്ത് എന്താണ് പിന്നെ ഈ പ്രോസിക്യൂഷൻ വിശദ വിവരങ്ങൾ അവിടെ വാദിച്ചില്ല. അതായത് ഞങ്ങൾ കോടതിയിൽ പിന്നെ ഈ പലതരത്തിലുള്ള സെഷനുകൾ പറഞ്ഞുകൊണ്ട് നിർബന്ധമായി ആവശ്യപ്പെടുകയാണ്, ഇത് കൊടുക്കാൻ പാടില്ല, ഇത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ കലാപം ഉണ്ടാകും, ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇവിടെ മതപരിവർത്തനം നടക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോടതി കൊടുക്കുവോ? ഇല്ലല്ലോ. അത്തരത്തിലുള്ള ഒരു വാദവും അവിടെ ആരും നടത്തിയില്ല. ഈ പറയുന്ന പ്രോസിക്യൂഷൻ നടത്തിയില്ല. ആര് പറഞ്ഞിട്ടാ? റഹീം പറഞ്ഞിട്ടാ? ഈ പറയുന്ന ജോൺ ബ്രിട്ടാസ് പറഞ്ഞ പോട്ടെ പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞിട്ടാണോ നടത്തിയത്? അല്ല, രാജീവ് ചന്ദ്രശേഖരും അനൂപ് ആന്റണിയും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി ഇത് പറഞ്ഞതുകൊണ്ടാ. എന്നിട്ട് ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോ ജോൺ ബ്രിട്ടാസും അതുപോലെ തന്നെ റോജി എം ജോണും ആളുകളെല്ലാം കൂടെ വന്നിട്ട് ഞങ്ങളിതാ ജാമ്യം നേടി തന്നിരിക്കുന്നു, ഞങ്ങളിതാ ജാമ്യത്തിന് വേണ്ടി ഇന്ന് VD സതീശൻ നട്ടാൽ കുരുക്കാത്തൊരു നുണ പറഞ്ഞു. ഇന്നും പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു ഈ ജാമ്യാപേക്ഷയെന്ന്. എന്തിനാണ് ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത നുണ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത്? അതറിയില്ലേ, തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെയുള്ള ആൾക്കാരുടെ മനസ്സിൽ BJP ക്രിസ്ത്യാനികളെ ഇങ്ങനെ പീഡിപ്പിക്കാൻ വേണ്ടി അവിടെ കച്ചകെട്ടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു പരത്തുക, അത്രേ ഉള്ളൂ. അതിനൊപ്പം ഇടതുപക്ഷം വേറൊരു പണി എടുക്കുന്നുണ്ട്. ഇടതുപക്ഷം പറയുന്നത് അവിടുത്തെ ആദിവാസി വിഭാഗത്തെ കോൺഗ്രസ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ കത്തിച്ച് ചാമ്പലാക്കിയിട്ടുണ്ട്, ഭയങ്കരമായി ഉപദ്രവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആന്റി കൺവെർഷൻ ലോ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണല്ലോ. അപ്പൊ കോൺഗ്രസും BJP-യുടെ പാതയിലാണ്. ഞാൻ പറഞ്ഞത് കോൺഗ്രസിനെ മാറ്റിവെക്കാം. ഈ CPM-ന്റെ ചില സമയത്ത് സംസാരം കേൾക്കുമ്പോൾ ഇവർക്ക് പൊട്ടക്കിനിട്ടുള്ള തവളകളാണോ ഇവർ തോന്നിപ്പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഒരു സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നത്? അവിടെ നക്സൽ ബാധിത പ്രദേശമാണ്, അവിടെ ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ട്, അവിടെ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്, അവിടെ ഈ കൺവെൻഷൻ അതായത് നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നത് കൊണ്ട് അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങി സമരം ചെയ്തു. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് അവിടെ ഈ ലോ വന്നത്. CPM ഭരിക്കുന്ന സംസ്ഥാനത്താണ് എന്താ ചെയ്യുക? ലോ കൊണ്ടുവരില്ലേ? ഇവരെ ഒരു കാര്യം അറിയോ ചേച്ചി, ഈ മഹാരാഷ്ട്രയില് ശിവജി ദിനം ഉണ്ടല്ലോ. ശിവജി എന്ന് പറയുന്നത് ആരാന്നറിയോ? ഈ നമ്മുടെ തീവ്ര ഹിന്ദുത്വത്തിന്റെ പ്രതീകമാണ് ശിവജി എന്ന് പറയുന്നത്. ആ ശിവജിയുടെ പിന്നെ ഈ ജന്മദിനത്തിൽ ആ ഫോട്ടോ വെച്ചുകൊണ്ട് DYFI അവിടെ ഫ്ലെക്സ് അടിച്ചിട്ട് അല്ലെ ഈ പറയുന്ന കാർഡ് അടിച്ചു കൊടുക്കും ശിവജീന്റെ ഫോട്ടോ വെച്ചിട്ട്. ഇവിടെ ശിവജിയെ എതിർക്കും. ഇതാണ് ഇവരുടെ നിലപാട് എന്ന് പറയുന്നത്. അല്ല, അവർ കാലങ്ങളോളം കഴിഞ്ഞ് മാറി വരും അവരുടെ രീതികൾ. അതെ, അമ്പലങ്ങളിലെ ഉപദേശക സമിതികളിലൊക്കെ DYFIക്കാർ കയറിപ്പറ്റണമെന്ന നിർദ്ദേശങ്ങൾ വരെ കൊടുത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഇതാണ് ഇവരുടെ നിലപാട്. അപ്പോ ഈ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയിലെ നായകനുണ്ട്. എവിടെ ആര് പ്രസവിച്ചാലും ഞാനാണ് അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന്റെ സ്ഥിരം ശൈലിയാണ് ഇവിടെ ആരെടുത്തത്? ഈ പറയുന്ന CPM-ഉം കോൺഗ്രസും എടുത്തിരിക്കുന്നത്. അപ്പോ ഒരിക്കൽ ഈ പറയുന്ന ആളോട് ചോദിച്ചു, ഈ പറയുന്ന മനക്കലെ ഇവര് പ്രസവിച്ചു എന്ന് പറഞ്ഞു. മനക്കലെ ഒരു പേര് പറഞ്ഞിട്ട് അമ്മിണിയോ അങ്ങനെ എന്തോ പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോ അതിന്റെ ബാപ്പയെ ഞാൻ തന്നെയാന്ന് തോന്നുന്നു. അപ്പൊ ആനയായിരുന്നു, ആനയാണ് ഈ പ്രസവിച്ചത്. അങ്ങനെയാണ്, അതുപോലെയാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെയും CPM-ന്റെയും ഇപ്പോഴത്തെ അവകാശവാദം എന്ന് പറയുന്നത്. ശരിയാണ്, ഛത്തീസ്ഗഡിൽ അവരെ അറസ്റ്റ് ചെയ്തത് BJP നേതൃത്വത്തിലുള്ള ഒരു പോലീസ് തന്നെയാണ്. അവിടെ ആ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കന്യാസ്ത്രീകളും അതിനോടൊപ്പം കൂടുതൽ അന്വേഷണം വന്നാൽ ഒരുപാട് ആളുകൾ അകത്ത് കിടക്കേണ്ടതായിരുന്നു. അവരുടെ
ഈ പറയുന്ന അഭിപ്രായം മാനിച്ച് അവരുടെ വാദം കേട്ട് ഇവിടുന്ന് ശക്തമായ BJP കേരള ഘടകത്തിന്റെ ഇടപെടൽ പോയത് കൊണ്ട് മാത്രമാണ് ജാമ്യം കിട്ടിയത്. അതിൽ ഒരു ഈ പറയുന്ന എന്താണ് മറ്റ് കളികൾ കളിച്ചിട്ട് എന്താ പറയുക, ഞങ്ങൾ എട്ടുകാലി മമ്മൂഞ്ഞ് എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്, ആ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ കളിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് മാത്രമാണ് അവിടുന്ന് അനൂപ് ആന്റണിയും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരും ഷോൺ ജോർജും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആണ് ഇതിൽ എന്താണ് ഈ ഒരു ജാമ്യത്തിന്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അവരാണ് അതിന് അർഹതപ്പെട്ടത്. അത് കൃത്യമായി ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.